ഇടുക്കി അടിമാലിയിൽ ശക്തമായ മഴ തുടരുന്നു. ദേശീയപാതയിൽ മണ്ണിടിഞ്ഞ് വീണു. വിവരങ്ങളുമായി സിബി കൂടി ചേരുന്നുണ്ട്. സിബി, എന്തൊക്കെയാണ് വിവരങ്ങൾ? മഴ കനക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റ് അപായങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? മറ്റ് സൂചനകൾ എന്തൊക്കെയാണ് നൽകിയിരിക്കുന്നത്? ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് ശേഷമാണ് ഇടുക്കി അടിമാലി ഭാഗത്ത് ശക്തമായ മഴ ഉണ്ടാകുകയും പെട്ടെന്ന് വലിയ രീതിയിൽ വെള്ളക്കെട്ടൊക്കെ ഉണ്ടായത്. കനത്ത മഴയെ തുടർന്ന് അടിമാലിയുടെ വിവിധ ഭാഗങ്ങളിൽ വെള്ളം കയറി. അതുകൂടാതെ ലക്ഷംവീട് ഭാഗത്ത് ദേശീയപാതയിൽ മണ്ണ് ഇടിയുകയും ചെയ്തു. വെള്ളക്കെട്ടിനെ തുടർന്ന് നിരവധി വ്യാപാര സ്ഥാപനങ്ങൾക്ക് വ്യാപകമായ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. ചാറ്റുപാറ സബ്സ്റ്റേഷൻ പടിയിലും അടിമാലിയിലെ ലൈബ്രറി റോഡിലും പിന്നെ അതുകൂടാതെ പക്കായപ്പടി റോഡ്, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ എന്നിവിടെല്ലാം തന്നെയും ശക്തമായി വെള്ളക്കെട്ടുണ്ടാകുകയും വെള്ളം കയറുകയും ചെയ്തു. പെട്ടെന്നുണ്ടായ ഒരു മഴയായിരുന്നു. ആ മഴയിൽ പെട്ടെന്നൊരു വെള്ളപ്പാച്ചിൽ പോലെ ഒരുങ്ങി കടകളിലേക്ക് വെള്ളം ഇരച്ച് കയറുകയുമായിരുന്നു. നിരവധി കടകളിലെ വ്യാപാര സ്ഥാപനങ്ങളിലെ സാധനങ്ങൾ നശിച്ചു പോയിട്ടുണ്ട്. ഇതുവഴി വലിയ നാശനഷ്ടങ്ങൾ, സാമ്പത്തിക നഷ്ടം വ്യാപാരികൾക്ക് ഉണ്ടായിട്ടുണ്ട്. ഇതിനു പുറമെയാണ് ലക്ഷംവീട് ഭാഗത്ത് ദേശീയപാതയിലേക്ക് വലിയ തോതിൽ മണ്ണിടിഞ്ഞ് വീണ് ഗതാഗതം തടസ്സപ്പെട്ടത്. എന്തായാലും ഇതുവഴിയുള്ള ഗതാഗതമൊക്കെ പിന്നീട് പ്രതിസന്ധിയിലാകുകയും വഴിതിരിച്ചു വിടുകയും ചെയ്തു. ഇപ്പോൾ റോഡിലെ മണ്ണ് നീക്കി ഗതാഗതം പുനഃസ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. നേര്യമംഗലം വനമേഖലയിലും ഇടവേളയില്ലാതെ തന്നെ അതിശക്തമായ മഴ തുടരുകയാണ്. മലയോര മേഖലയിൽ മണ്ണിടിച്ചിൽ ഭീഷണിയുമുണ്ട്. എന്തായാലും മറ്റിടങ്ങളിൽ വലിയ പ്രശ്നങ്ങളില്ല. പക്ഷേ ഈ അടിമാലി ഭാഗത്താണ് ഇന്ന് ഇടുക്കി ജില്ലയിൽ പ്രധാനമായും ഉച്ചയ്ക്ക് ശേഷം വലിയ രീതിയിൽ മഴ പെയ്തത്. സിബി, കാലാവസ്ഥാ വകുപ്പിന്റെയോ അതോ ദുരന്ത നിവാരണ അതോറിറ്റിന്റെയോ എന്തെങ്കിലും മുന്നറിയിപ്പ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുണ്ടോ? ഇന്നിപ്പോൾ കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് യെല്ലോ അലർട്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഇന്നലെയും അതിനു മുൻപെല്ലാം തന്നെയും ഓറഞ്ച് അലർട്ടായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ യെല്ലോ അലർട്ടായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്നിപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി ഉണ്ടായിരുന്നില്ല. പക്ഷേ എങ്കിൽ പോലും സാമാന്യം എല്ലായിടത്തും തന്നെയും ഒരു മഴയ്ക്ക് ശമനമുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ശേഷമാണ് പെട്ടെന്ന് ഈ അടിമാലി ഭാഗത്ത് മാത്രം ശക്തമായ മഴയുണ്ടാകുകയും പിന്നീട് ഈ നേര്യമംഗലം ഭാഗത്തൊക്കെ വനമേഖലയിൽ തുടർച്ചയായി മഴ പെയ്യുകയും ചെയ്തത്. എന്തായാലും ഇന്ന് ജില്ലയിൽ നിലവിൽ യെല്ലോ അലർട്ടാണ് ഉള്ളത്. ശരി, ഇടുക്കി അടിമാലിയിലാണ് ശക്തമായ മഴ. ദേശീയപാതയിലടക്കം മണ്ണിടിഞ്ഞു വീണിട്ടുണ്ട്. ദേശീയപാതയിൽ ലക്ഷംവീട് നഗറിന് സമീപത്താണ് മണ്ണ് ഇടിഞ്ഞു വീണത്. വിവരങ്ങളാണ് സിബി നൽകിയത്.